ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. കേതു അപഹാരത്തിലോ ദശയിലോ കടം വരുമെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് നോക്കാം. ഇതെല്ലാവർക്കും പൊരുത്തുമോ എന്നുള്ള കാര്യം കൂടി നമുക്കിന്ന് കുറച്ച് ക്ലിയർ ആയിട്ട് നോക്കാം. ഒരു ജാതകത്തില് രാഹുകേതുക്കള് ബലമുണ്ടോ എന്ന് അറിയാനായിട്ട് രണ്ട് വിധിയാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ഉഭയചയാതി സ്ഥാനങ്ങളിൽ ഇരിക്കണം, അതല്ലെങ്കിൽ രാഹുവിനും കേതുവിനും വീട് കൊടുത്തവര് ബലവാന്മാരായിരിക്കണം. മൂന്നാമത്തെ ഒരു റൂൾ ഉണ്ട്, ജീവസംയോഗത്തിലിരിക്കണം, അതായത് വ്യാഴത്തിന്റെ തുടർവുണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോ കേതുവിന്റെ അപഹാരത്തില് കടം വരും എന്ന് പറയുന്ന ഇതെല്ലാവർക്കും വരുമോ എന്ന് നോക്കിയാല് കേതുദശ 7 വർഷം ആണ്. ഓരോ അപഹാരത്തിലും കേതുദശയുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഹുവിൽ കേതു, സൂര്യനിൽ കേതു, ചന്ദ്രനിൽ കേതു, ശനിക്കേതു, ചൊവ്വ കേതു. ഈ ഒരു ഓർഡറിൽ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ച് ക്ലേശകരമായിട്ടുള്ള ദശയായിരിക്കും. എന്നാൽ കേതു എല്ലാവർക്കും കടം നൽകുക എന്ന് വെച്ചാൽ ഗ്രഹച്ചേർക്ക എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഗ്രഹയോഗം എന്ന് പറയും. ഞാൻ വരാഹമിഹിരന്റെ ഹോര ടച്ച് ചെയ്ത് പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. രാശിപ്രഭേദോ ഗ്രഹയോനി ഭേദോ വിയോനി ജന്മ നിഷേകാല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുമ്പോ ഗ്രഹയോഗ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു അധ്യായത്തിൽ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഗുരു കേതു കടം വരുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ധനം വിനിയോഗത്തിന് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. കാര്യം ഗുരു എന്ന് പറഞ്ഞാൽ, വ്യാഴം എന്ന് പറഞ്ഞാൽ വെൽത്തിന്റെ കാരകനാണ്. വെൽത്ത്, മണി എന്നുള്ള അർത്ഥമല്ല, വെൽത്ത് എന്ന് ഒരർത്ഥത്തിൽ പറയും. ആ വെൽത്തിന്റെ കാരകന്റെ കൂടെ കേതു നിന്ന് കഴിഞ്ഞാൽ കടം വരാം. കേതു വലയായിട്ട് കണക്കാക്കേണ്ടി വരും. നെറ്റ്, ഇതിനെ വലയിട്ട് മൂടിയ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ സമയത്ത് പലരും ബാങ്കിൽ പണം വെച്ചിട്ട് ലോണൊക്കെ എടുക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരു ലഗ്നം ഗുരു കേതു എടുത്തു നോക്കാം. ഇവിടെ ഗുരു കേതു, ഇപ്പൊ കേതുവിന്റെ ദശയാണെങ്കിൽ കടം വരാനുള്ള സാധ്യത കൂടും. എന്ത് കാര്യത്തിന് കടം എടുക്കുന്നു എന്ന് വെച്ചാല് വ്യാഴം ഏത് അധിപനാണ് എന്നുള്ളതിന്റെ ആയിട്ടായിരിക്കും ഇമ്പോർട്ടൻസ്. ഇവിടെ 5, 8 കണക്ഷനാണുള്ളത്. വ്യാഴത്തിന്റെ വീടാണത് ഇത് രണ്ടും. അപ്പോൾ 5ാം ഭാവമായിട്ട് വ്യാഴത്തിന് കണക്ഷൻ ഉണ്ട്, 8ാം ഭാവമായിട്ട് വ്യാഴത്തിന് കണക്ഷൻ ഉണ്ട്. 2 തരത്തിൽ കടം വരാം. ഒന്ന്, കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ പഠന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കടമെടുക്കാം. ഇതെല്ലാ സമയത്തും പൊരുന്നില്ല കേട്ടോ. ഒരു ചെറിയൊരു കുട്ടിയാണെങ്കിൽ കുട്ടി കടം മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ അച്ഛനും അമ്മയും കടക്കാര് അവരുടെ സാധ്യത കൂടും ഈ സമയത്ത്. എന്നാൽ ഒരു 25 വയസ്സിനും 55 വയസ്സിനും കടം മേടിക്കാൻ തക്കതായിട്ടുള്ള ആൾക്കാർക്ക് കടം വന്നേക്കാം. അപ്പൊ 25 വയസ്സിന് സമയത്തുള്ള ആള് എന്തായാലും കുട്ടിയുടെ കാര്യത്തിനായിരിക്കില്ല. അപ്പോഴും നമ്മൾ ലോജിക്ക് വളരെ കാലം നിർണയം ചെയ്യുമ്പോൾ കാലം കണക്കാക്കി ചെയ്യണം എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അപകടങ്ങൾ വരാം. 8ാം ഭാവം അപകടസ്ഥാനമാണ്, ദുരിതസ്ഥാനമാണ്. സർവപ്രണാശോ വിവിധോപവാദോ ഹേതു പ്രദേശോ മരണസിദാസി എന്ന് പറയില്ലേ. അപ്പൊ ഇത്തരത്തില് അപവാദങ്ങള്, അട്ടിമറികള്, കേസ് കൂട്ടമൊക്കെ വന്നിട്ടും കടം വരാം. അത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് കുഴപ്പം പിടിച്ച പരിപാടികളൊന്നും ചേരുന്നത്. ജ്യോതിഷൻ മുന്നറിയിപ്പ് കൊടുക്കുക, എച്ചരിക്ക കൊടുക്കുക എന്ന് പറയും, മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഈ സമയത്ത് കുറച്ചും കൂടി കാലം കഴിഞ്ഞിട്ടുള്ള ഒരു 45 വയസ്സിനും 55, 65 വയസ്സിനൊക്കെ ഇടയിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കടം വന്നേക്കാം. അപ്പൊ വ്യാഴത്തിന്റെ കൂടെ കേതു നിന്നാൽ മിക്കവാറും കടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കാര്യത്തിനാണോ ചീത്ത കാര്യത്തിനാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്ക് വേണ്ടി എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. ഇത് എങ്ങനെയും ആർക്കും പൊരുന്തും. സപ്പോസ് ലഗ്നം മാറിയെന്ന് വിചാരിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ള മാതിരി മേഷലഗ്നം തന്നെ എടുത്തു വെക്കാം. മേഷലഗ്നം
മേഷലഗ്നം കേതു. കേതു നിൽക്കുന്നത് എവിടെയെങ്കിലും എഴുതാം. ഗുരുക്കേതു ഇവിടെ എഴുതി. ഓരോന്നിനും ഓരോ സ്ഥലത്ത് വന്നാലും ഓരോ കാര്യം ഉണ്ടാവും കേട്ടോ. ഇവിടെ നോക്കി നിങ്ങള് കേതുവും ഗുരുവും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് കടം വരാം. ഇത് എങ്ങനെ വരാം എന്ന് വെച്ച് കഴിഞ്ഞാല് 9ാം ഭാവമായിട്ട് ബന്ധമുണ്ട്, 12ാം ഭാവമായിട്ട് ബന്ധമുണ്ട്. അപ്പോ ഒരു സാധാരണ ഒരാളുടെ വയസ്സ് ഒരു 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഊഹിക്കാം ഇത് 9ാം ഭാവാധിപനായതുകൊണ്ട് പിതാവിനുണ്ട്, അച്ഛന് വേണ്ടി കടം വരാം. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സംരംഭം ഉണ്ടാക്കാനായിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ആയിട്ട് കടം വരാം. ദേവാലയ, നഗര, സഭ, മാർഗാലയ സകല ദാസകർമാണി ചിന്തനീയം എന്ന് പറഞ്ഞ് 10ാം ഭാവമുണ്ട്. ഭാഗ്യ, ധർമ്മ, ദയ, തപസ്ഥാനാനി നാത്മജ എന്ന് പറയുന്നത് അനുസരിച്ചിട്ട് ഇവിടെ പിതാസ്ഥാനമാണ്. ധർമ്മസ്ഥാപനം വിടുക, അതാണ് എന്തെങ്കിലും സംരംഭം ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ വരും. 12ാം ഭാവമായിട്ട് കണക്ട് ആവും. 12ാം ഭാവം ആശുപത്രി, രോഗചികിത്സ, ബന്ധനം, ഇതൊക്കെ വരും. അപ്പോ ഇത് മൂലവും വരാം. ഇതിൽ ഏത് മൂലം വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതറിയാൻ ഒരു വഴിയുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോ ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം. കടം വന്നേക്കാം. ഇനി ചിലവർക്ക് നേരെ ഈ ഭാവത്തിന്റെ കണക്ഷൻ കൊണ്ട് കടം വരും. ഈ ഭാവം ഇവരിൽ നിന്ന് കടം വരാം. 7ാം ഭാവം വിവാഹം, ആരിൽ നിന്ന് കടം വരാം, എങ്ങനെ കടം വരാം എന്നൊക്കെ ഉണ്ട്. വിവാഹ വിഷയത്തിന് വേണ്ടി കടം വരാം. ഇത് അച്ഛന്റെ പൈസ എടുത്ത് മകളുടെ മകന്റെ കല്യാണം നടത്തേണ്ട അവസ്ഥയൊക്കെ ഇതിലൊക്കെ വരാം. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അതിന് റൂളുണ്ട്. റൂളില്ലാതെ വെറുതെ നമ്മൾ അസ്ട്രോളജി നോക്കി കഴിഞ്ഞാൽ മൊത്തം ഉണ്ടോ ഇല്ലയോ ഈ അർത്ഥത്തിൽ നോക്കരുത്. ആ ഭാവം നല്ലത്, അത് നല്ലതായിരിക്കൂടാ എന്ന് പറയാൻ ഏതൊരാൾക്കും പറ്റും. എവിടെ നിൽക്കുന്ന ഗ്രഹം, 7ൽ നിൽക്കുന്ന ഗ്രഹം വ്യാഴവും കേതുവും ആണല്ലോ. അപ്പൊ വിവാഹ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ വ്യാഴം 7ൽ നിൽക്കുന്നത് ശുഭഗ്രഹമുണ്ട്, പാപഗ്രഹമുണ്ട്. അപ്പൊ ആ ഭാവം മധ്യമായിരിക്കും എന്ന് പറയാൻ ആർക്കും പറ്റും. അങ്ങനെയല്ല പറയേണ്ടത്, ഇവന്റിനെ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കടം 7ാം ഭാവം വ്യാഴം ഇരിക്കുന്നതുകൊണ്ട് വിവാഹ കാര്യത്തിന് വേണമെങ്കിലും കേതുവിന്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് കടം വരാം. അത് നോക്കണമെങ്കിൽ ദശ വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. ഈ കേതുവിന്റെ ദശ അപഹാരം എത്രാമത്തെ വയസ്സിലാണ് വന്നത്, കേതുവിന്റെ ദശയാണോ വ്യാഴത്തിന്റെ ദശയാണോ എന്ന് നോക്കണം. വ്യാഴത്തിന്റെ ദശയാണെങ്കിൽ 7ാം ഭാവം കണക്ട് ആവും. വ്യാഴത്തിന്റെ ദശയാണെങ്കിൽ 9ാം ഭാവവും 12ാം ഭാവവും കണക്ട് ആവും. കേതുവിന്റെ ദശയാണെങ്കിൽ 7ാം ഭാവം കണക്ട് ആവും. അപഹാരം ഏതാണോ അതാണ് ഇന്റർ കണക്ഷൻ. അത് നിങ്ങൾ ഊഹിക്കാവുന്നുള്ളൂ, കണക്ഷൻ ആൻഡ് ഇന്റർ കണക്ഷൻ. ഞാൻ സമയം നേടുന്നതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കടം വരാനായിട്ട് ഈ ഗ്രഹച്ചേർക്ക് എപ്പോഴും പൊരുതും, എപ്പോഴും ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓർക്കുക. ഇന്നേക്കത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.